നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചക്രകാദാമിനി, അതാ കളക്ഷന്റെ പേര്. കോപ്പി കളക്ഷൻ ഒന്നും അല്ലല്ലോ. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഒരു ജം കൺസൾട്ടന്റിനെ കൊണ്ട് പരിശോധിപ്പിക്കാം. സംഗതി ഒറിജിനൽ ആണെങ്കിൽ എങ്ങനെ പോയാലും 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. അതെ, പക്ഷേ ഇത്രയും പണം മുടക്കി ഒരു നെക്ലസ് അല്ല എന്താ അല്ല അല്ല എന്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പൊ കിട്ടുമല്ലോ. ഏയ്, അത്തരം കള്ളത്തരൊന്നും അദ്ദേഹം ചെയ്യില്ല. ഓ, അയാൾ മാറി അദ്ദേഹമായിരിക്കുന്നു. മാഡത്തിന് എന്തൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. കേരളം ന്യൂയോർക്ക് ആയതുപോലെ. സുനിത എന്താ കളിയാക്കാണോ? അയ്യോ അല്ല, മാഡത്തിന്റെ മനസ്സിൽ ഒരു മാറ്റം നടക്കുന്നുണ്ട്. അത് ആരുടെ കാര്യമാണെങ്കിലും പെട്ടെന്ന് അറിയുന്നതും കണ്ടുപിടിക്കുന്നതും ഒപ്പം നിൽക്കുന്നവരാ. അതാ ഞാൻ പറഞ്ഞത്, നിരഞ്ജൻ ഡോക്ടറിനോട് മാഡത്തിന് ഇത്രയും കാലമില്ലാത്ത ഒരു സോഫ്റ്റ് കോർണർ, ഒരിഷ്ടം തുടങ്ങിയിരിക്കുന്നു. ഒന്നുമില്ല. എന്നാലും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നെക്ലസ് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഷോറൂമിൽ പോയി നോക്കാം. അത് മാത്രമല്ല, GPS പോലെ മാഡത്തെ ട്രാക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധി, അല്ല കുബുദ്ധി, ഇതിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടോ എന്നറിയാം. എന്താന്ന് വച്ചാലേ, ഡോക്ടർ നിരഞ്ജൻ ഈസ് വെരി ക്ലെവർ ആൻഡ് വെരി വെരി കണ്ണിങ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലേ നമ്മള് നാണം കെടും. അതാ എന്റെയും പേടി. ഇപ്പൊ തോന്നുന്നു വരണ്ടായിരുന്നു എന്ന്. മാഡം, ഇത് ഈ വർഷത്തെ അക്ഷയ തൃതീയയ്ക്ക് ഞങ്ങൾ ചെയ്യിച്ച ലിമിറ്റഡ് എഡിഷൻ അൺകട്ട് ഡയമണ്ട് നെക്ലസ് ആണ്. ഇതിന്റെ പ്രൈസ് അറൗണ്ട് 15 lakhs. നിങ്ങൾക്ക് തെറ്റിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല മാഡം, ഇത് ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജിയസ് വർക്കാണ്. അല്ല, എല്ലാ പ്രോഡക്റ്റും ലോഞ്ച് ചെയ്താലുടൻ ഫസ്റ്റ് കോപ്പി ഇറങ്ങുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആ പേടി വേണ്ട മാഡം, ഇത് ഒറിജിനലാണ്. പ്രേമേ, 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 എടി പ്രേമേ. എന്തുവാ നിങ്ങൾ കിടന്ന് കാർന്നേ? കുറച്ച് വെള്ളം, അല്ലെങ്കിൽ വേണ്ട ജ്യൂസ് ആയിക്കോട്ടെ, വേഗം എടുത്തോ. പോയ വഴിക്കൊന്നും വെള്ളം കിട്ടിയില്ലേ? നിന്റെ അച്ഛൻ പട്ടാളത്തിന്റെ കൂടെയല്ലേ പോയത്? പുള്ളി ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് അല്ലേ? ഹോട്ടൽ ഭക്ഷണം ഒന്നും പിടിക്കത്തില്ലല്ലോ. അതൊക്കെ കുഞ്ഞളിയൻ. അളിയാ നില്ലെന്ന് പറഞ്ഞാ മതി, അവിടെ നിൽക്കും. അവനെ വഴി തെറ്റിക്കുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പ്രധാന ജോലി. അങ്ങനെ പറയരുത് പ്രേമേ, ഞാനാണ് അവന്റെ ഗൈഡ്.
വഴികാട്ടി. പോയിട്ട് എന്തായി അച്ഛാ? നേരം കുറിപ്പിച്ചോ? അതെന്ത് ചോദ്യമാ പ്രേമേ? ഈ അമൃതരംഗൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് നടത്തിയിട്ടല്ലേ മടങ്ങൂ. നേരം കുറിച്ച് കിട്ടി. ഇന്നേക്ക് 10-ാം നാൾ, വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച 12-നും 12:30 ഇടയ്ക്ക് ചടങ്ങ് നമുക്ക് നടത്താം. അപ്പൊ ഒരുക്കങ്ങൾക്കൊന്നും ഇനി അധികം ദിവസം ഇല്ലല്ലോ. 10 ദിവസം ധാരാളമല്ലേ? ഇത്തിരി കൂടി നേരത്തെ ആയിരുന്നാലും കുഴപ്പമില്ലെന്നാ ഇവിടെ ചിലരുടെയൊക്കെ മനസ്സില്. നാളെ തന്നെ പോയി സാരി എടുക്കണം, അല്ലെങ്കിൽ ബ്ലൗസ് തയ്ച്ചു കിട്ടത്തില്ല. പിന്നെ അത് വേണം, ഇല്ലെങ്കിൽ ചടങ്ങ് നടക്കില്ലല്ലോ. സിദ്ധുവേട്ടന്റെ കോസ്റ്റ്യൂം ഞാനാ തീരുമാനിക്കുന്നത്, കേട്ടല്ലോ. ആഹാ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എല്ലാം നേരത്തെ തന്നെ നിനക്ക് വിട്ടുവന്നിരിക്കുകയല്ലേ. സദ്യയുടെ കാര്യങ്ങളൊക്കെ രംഗം നോക്കും. ചെറിയ ചടങ്ങാണെങ്കിലും അടുത്ത ബന്ധുക്കളെയൊക്കെ ക്ഷണിക്കണ്ടേ? അതൊക്കെ അച്ഛൻ എനിക്ക് വിട്ടേക്ക്, എല്ലാം ഞാൻ ഏറ്റെന്നേ. നമുക്കൊരു 5 കോഴ്സ് ലഞ്ച് തന്നെ അറേഞ്ച് ചെയ്യാം. കോഴ്സും ഫോഴ്സും ഒന്നും വേണ്ട, നല്ല നാടൻ സദ്യ മതി. അത് മതി പ്രേമേ, നല്ലൊരു ചടങ്ങല്ലേ. മിണ്ടാപ്രാണികളുടെ കണ്ണീര് വീഴണ്ട. എന്നാ പിന്നെ അത് മതി. ഇനിയെങ്കിലും ഈ മിണ്ടാപ്രാണിക്ക് കുറച്ച് ദാഹജലം കൊണ്ടുതാ. ഓ, അടുത്തിന്റെ ഒരു കാര്യം. എന്താ, ഒറിജിനലാണോന്ന് പരിശോധിക്കുകയാണോ? പരിശോധനയൊക്കെ കഴിഞ്ഞു. അതുകൊള്ളാം. ഞാൻ അറിഞ്ഞിരുന്നു നീയും സുനിതയും കൂടി ജ്വല്ലറി പോയതും പ്യൂരിറ്റി ചെക്കിംഗ് നടത്തിയതും ഒറിജിനലാണെന്ന് സർട്ടിഫൈ ചെയ്തതും എല്ലാം. അതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? കൈ പിടിച്ച് ഒരാളുടെ നാടിമിടിപ്പ് അളക്കുന്ന ആളല്ലേ മാഡം? അയാളുടെ ഹൃദയമിടിപ്പിന്റെ വേഗം അളക്കുന്ന ആൾ. എനിക്ക് ഒരാളുടെ ചിന്തകളുടെ വേഗവും ആവേഗവും വെലോസിറ്റി ഓഫ് തോട്ട്സ് അളക്കാൻ പറ്റും. ഓ, അങ്ങനെ ചാരപ്പണി. ചാരപ്പണിയും ചാരന്മാരും ഒക്കെ നിനക്കല്ലേ ഉള്ളത്, എനിക്കല്ല. സ്വന്തം തലച്ചോറ് കൊണ്ട് ജീവിക്കുന്നവന് ചാരന്മാരുടെ ആവശ്യമില്ല. അവർക്ക് അപായമണിയും അപകട മുന്നറിയിപ്പും സ്വന്തം തലയിൽ നിന്ന് തന്നെ കിട്ടും. അത് ദൈവം നമുക്ക് തരുന്ന ഒരു ടേക്ക് ഡീവിയേഷൻ ബോർഡ്, വെട്ടിയൊഴിഞ്ഞ് വഴിതിരിഞ്ഞ് പോകാനുള്ള അറിയിപ്പ്. ഞാൻ പിന്നെ എന്ത് ചെയ്താലും അപായമാണല്ലോ. സുനിതയാണ് അപായം. വെളിച്ചം കാണാൻ കരണ്ടും കുടിക്കാൻ വെള്ളവും വേണം. പക്ഷേ കരണ്ട് കമ്പിയിൽ പിടിച്ചാലോ വെള്ളത്തിൽ വീണാലോ മരണം സുനിശ്ചിതം. സുനിത, നിനക്ക് നാശത്തിലേക്കുള്ളൊരു വഴിയാണവര്. ഞാനിത് മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സുനിതയെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്കറിയേണ്ടത് അതല്ല. പിന്നെന്താ നിനക്കറിയേണ്ടത്? ചോദിക്ക്. ഈ മാല, ഇതിനുള്ള പണം. ഓ, അത് ഞാനൊരു കൊള്ളക്കാരനോ തട്ടിപ്പുകാരനോ ഒന്നുമല്ല. അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് തന്നെ വാങ്ങിയതാ. എന്നാലും എന്താ, വിശ്വാസമായില്ലേ? ഒരു ജീവന്റെ വിലയാ. അത് നിന്റെ കഴുത്തിൽ കിടന്ന് തിളങ്ങട്ടെ എന്ന് വെച്ചു. പിന്നെ ഒരു കാര്യം കൂടി, നിനക്കറിയാവുന്ന കാര്യം തന്നെയാ, എന്നാലും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി. ഓ, അത് എല്ലാ വർഷവും ഉള്ളതല്ലേ? എല്ലാ ദിവസം പോലൊരു ദിവസം. അല്ലാതെ ആഘോഷിക്കാനും മാത്രം മഹത്വമൊന്നും ആ ദിവസത്തിനുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി വേണമെങ്കിലും തോന്നാം.
സമയം വൈകിട്ടില്ല. നടന്നു മടുത്ത വഴികളിൽ നിന്ന് ഒന്ന് മാറി നടക്കാൻ ശ്രമിച്ച ചിലപ്പോ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് വരും. തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഓക്കെ എനിക്കിത് മനസ്സിലാവും. നിന്റെ സങ്കല്പത്തിന് യോജിച്ച ഒരാളല്ല ഞാൻ. ഇനി അതിന് ശ്രമിച്ചിട്ടും കാര്യമില്ല. ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് പാരലൽ ലൈൻ പോലെ ഇതങ്ങനെ അങ്ങ് പോട്ടെ.